അമ്പമ്പോ ഷോ നടക്കുന്നത് ബിഗ് ബോസ് ഹൗസിനകത്താണെങ്കിൽ ഇതിൻ്റെ അടി മുഴുവനും പുറത്താണ്. ഞാനിത് പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല. രേവതി, അൻസിഫ്, മൂൺലൈറ്റ് മീഡിയ, രാജ് ടോക്സ്, ഈ 3 വ്യക്തികൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജാതി അടി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അങ്ങോട്ടും അത് പറയുന്നു, ഉടനെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങോട്ട് അടുത്ത പറയുന്നു, അപ്പുറത്ത് വേറെ ഒരാൾ വന്നിട്ട് അടുത്ത് പറയുന്നു. ഊഫ്, ഗംഭീര അടി. അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ബിഗ് ബോസിന് അകത്ത് അടിയും ബിഗ് ബോസിന് പുറത്ത് അടിയും. ബിഗ് ബോസിന് അകത്ത് അടി എന്ന് പറയുന്നത് അവർക്കൊരു പക്ഷേ അത് അവിടെ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ അവിടെ അടി ഉണ്ടാക്കണം. പക്ഷേ ഈ പുറത്തെ അടി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രേവതിയെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ, രേവതിക്കെതിരെ ചെയ്ത ഫസ്റ്റ് വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേവതി ചെയ്യുന്ന വീഡിയോകളിൽ പലപ്പോഴും അനുമോളെയും ഷാനവാസിനെയും അനീഷിനെയും താഴ്ത്തിക്കെട്ടാനും അക്ബറിനെയും ആരിനെയൊക്കെ ജിസേലുള്ള സമയത്ത് ജിസേലിനെയൊക്കെ വല്ലാണ്ട് പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നു? എല്ലാ സീസണിലും രേവതി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതെന്ന് എൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. രേവതിക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ രേവതി ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കും. രേവതിക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസിനെ താഴ്ത്തിക്കെട്ടാനും അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ മൈന്യൂട്ട് ഇഷ്യൂസിനെ വലുതാക്കി കാണിക്കാനും ഒക്കെ രേവതി ശ്രമിക്കാറുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, കമൻറ്റിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും രേവതിയുടെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കമൻറ്റിലൂടെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയും നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലൊക്കെ മനസ്സിലാവത്തുള്ളൂ. പക്ഷേ രേവതിക്ക് അത് താല്പര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കണും ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് സബ്ജക്ട്: രേവതി, അൻസിഫ് ആൻഡ് രാജ് ടോക്സ്. ഈ 3 പേരുടെ വീഡിയോസും ഞാൻ ഒരുപാടൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ വിഷയം വന്നതിൻ്റെ പേരിൽ ഞാൻ ഇവരുടെയൊക്കെ വീഡിയോ എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി കണ്ടു. സംഭവം വേറൊന്നുമല്ല, രേവതിക്കെതിരെ വീഡിയോ ചെയ്യുന്നവരെല്ലാവരും PR-കളാണ്. ഇപ്പം രേവതിയുടെ എല്ലാ വീഡിയോയിലും രേവതി ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾക്ക് PR-കൾ കണ്ടുപിടിക്കണോ? ഒറ്റ വഴിയേ ഉള്ളൂ, എനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ നോക്കിയാൽ മതി, അവരെല്ലാം PR-കളാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞാനൊരു PR ആവില്ലേ? കാരണം ഞാനും സംസാരിക്കാൻ പോകുന്ന രേവതിക്ക് എതിരായിട്ടാണ്. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേവതി ഈ ബിഗ് ബോസിലെ വിഷയങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസിലെ ഹൈലൈറ്റ്സ്, ആരെ വിക്ടായി പോകുന്നു, ഇവിടെ എന്തിപ്പോൾ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഒരു സമയത്ത് പറഞ്ഞിരുന്നു. എപ്പിസോഡിന് മുൻപ് തന്നെ റിവീൽ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട് രേവതിയുടെ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല. അന്ന് ഞാൻ എടുത്തു പറഞ്ഞു, അൻസിഫിനെ എതിരായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, രേവതി ഇപ്പോൾ അത് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. രേവതി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ രേവതിക്ക് ഫേവറേറ്റ്സും ഉണ്ട്. രേവതി ഒരു റിവ്യൂവർ ആണ് എന്ന് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റിവ്യൂവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു റിവ്യൂവർ എന്ന് പറയുന്ന വാക്ക്, അതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, റിവ്യൂവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോ കണ്ടിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം പറയുക, അതാണ് റിവ്യൂ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോയി, ഈ സിനിമയുടെ കഥ അതുപോലെ പറയുന്ന ഒരു പരിപാടിയാണെങ്കിൽ അത് റിവ്യൂ ആണോ? ഒരിക്കലും അല്ല. ആ സിനിമയെക്കുറിച്ച് നമ്മളുടെ കാഴ്ചപ്പാട് എന്താണ്, നമ്മളുടെ അഭിപ്രായം എന്താണ്, ഇതാണ് റിവ്യൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ രേവതി എന്താ ചെയ്യുന്നത്? രേവതി ആയിക്കോട്ടെ, അതിപ്പോൾ അൻസിഫ് ആയിക്കോട്ടെ, ഈ 2 പേരും ചെയ്യുന്നത് ബിഗ് ബോസ് കാണുന്നു, ലൈവ് ആയിക്കോട്ടെ, എപ്പിസോഡ് ആയിക്കോട്ടെ, ഇത് കാണുന്നു, ആ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ എടുത്ത് വെച്ച് സംസാരിക്കുന്നു. ഇനി ചില ആൾക്കാർ അവിടുത്തെ സീക്രട്സും കൂടെ പുറത്തു വിടുന്നു. ഇതാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇതെങ്ങനെ റിവ്യൂ ആവുന്നത്? റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളത്, 1 ലൈഫ് ഓഫ് അനന്തുവിലെ അനന്തു, 2 സീക്രട്ട് ഏജന്റ് സായി. ഇവരൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് റിവ്യൂ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ യൂഷ്വൽ സൈക്കോ, ഇവരൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് റിവ്യൂ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കി രേവതി ആയിക്കോട്ടെ, അൻസിഫ് ആയിക്കോട്ടെ, എനിക്ക് റിവ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. അത് ബിഗ് ബോസ് ഷോ അതുപോലെ എടുത്തു വെച്ച് സംസാരിക്കുന്നു, എഴുതി വെച്ച് സംസാരിക്കുന്നു, അത്രമാത്രം. ഇത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പറയുമ്പോൾ അവിടെ ഫേവറിസം കാണിക്കരുത്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസിനെ താഴ്ത്തിക്കെട്ടാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ ഉയർത്താനും ശ്രമിക്കരുത്. അത് പക്കയായിട്ട് ചെയ്യുന്നത് സമർ മീഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സമർ മീഡിയ അങ്ങനെ ഒരു ഫേവറിസം കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ ചില വീഡിയോകൾ കാണുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യും. എന്നാൽ അവിടെ നടക്കുന്ന വിഷയങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു വിഷയത്തിൽ ഒരാളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ആ ആളുടെ ന്യായം എടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ആളുടെ എതിരെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയും, ഇയാൾ അയാളുടെ PR ആണെന്ന് പറയും. അങ്ങനെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം പല ലൈവ് അപ്ഡേറ്റും നമുക്ക് മനസ്സിലാവുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് സമർ മീഡിയയിലൂടെയാണ്, ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, രേവതിക്കെതിരെ സംസാരിക്കാൻ പാടില്ല. രേവതി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് രേവതിക്ക് ജയ് വിളിച്ചു കഴിഞ്ഞാൽ രേവതിക്ക് ഇഷ്ടം. അതല്ല, രേവതിക്കെതിരെ സംസാരിച്ചാൽ അത് PR-കളാണ്. അത് പറയുന്നത് മോശമല്ലേ? രേവതിയുടെ വീട്ടുകാരെ പറയുന്നതോ അല്ലെങ്കിൽ രേവതിയുടെ കുട്ടീനെ പറയുന്നതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. എനിക്ക് അതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ രേവതി ചെയ്യുന്ന കാര്യത്തെ എതിരെ സംസാരിക്കുന്ന വ്യക്തികളെല്ലാം PR-കൾ എന്ന് പറയുന്നത് മോശമല്ലേ? ഇപ്പം ഏതൊരു യൂട്യൂബർ ആയിക്കോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവാം. പക്ഷേ
രേവതിയെ പോലുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഫേവറിസം കാണിക്കാൻ പാടില്ല. അവിടെ നിഷ്പക്ഷമായി തന്നെ നിൽക്കണം. രേവതിയുടെ പല വീഡിയോകളിലും അത് കാണാറില്ല. ഇതിനെ എടുത്തു വെച്ച് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നെ PR ആയി. ഞാൻ വളരെ വ്യക്തമായിട്ട് കേട്ടൊരു കാര്യമാണ്, ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ ഓർമ്മയില്ല. രേവതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് PR-കളെ കാണണോ? നിങ്ങൾക്ക് PR-കളെ കാണണമെങ്കിൽ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നവരെ നോക്കിയാൽ മതി. അവരാണ് യഥാർത്ഥ PR-കൾ. ലക്ഷങ്ങൾ വാങ്ങിച്ച് PR ചെയ്യുന്ന ആൾക്കാർ. ലക്ഷങ്ങൾ പോയിട്ട് 5 പൈസ ഞാൻ വാങ്ങിയിട്ടില്ല ആരിൽ നിന്നും. അതുകൊണ്ട് തന്നെ ധൈര്യസമേതം പറയാൻ പറ്റും രേവതി ഒരു തെറ്റാണ് എന്നുള്ളത്. ഒരു ദാക്ഷിണ്യമില്ലാണ്ട് പറയാൻ പറ്റും രേവതി ഒരു മിസ്റ്റേക്ക് ആണ്. പല വീഡിയോകളിലും രേവതി പറയുന്ന പല കാര്യങ്ങളും രേവതിയുടെ സബ്സ്ക്രൈബേഴ്സ് വിശ്വസിക്കുമായിരിക്കും, രേവതിക്ക് അവർ ജയ് വിളിക്കുമായിരിക്കും. പക്ഷേ പുറമേ നിൽക്കുന്നവർക്ക് വളരെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അത് പക്കാ ഫേവറിസം കാണിച്ച് ചെയ്ത വീഡിയോ ആണെന്നുള്ളത്. അത് ഇന്ന ആളിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ച വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് രേവതി ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ എൻ്റെതും പോരായ്മകൾ ഉണ്ടാവും, പക്ഷെ ആ പോരായ്മകൾ നമ്മൾ അംഗീകരിക്കണം. അല്ലാണ്ട് ഞാനാണ് ബിഗ് ബോസ് റിവ്യൂവർ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന റിവ്യൂവർ ഞാനാണെന്ന അഹങ്കാരം അത് രേവതിയുടെ പല വീഡിയോകളിലും കാണാറുണ്ട്. പല വീഡിയോകളിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഭയങ്കര ബോറാവുന്നുണ്ട്. രാജ് ടോക്സ് വന്നൊരു കാര്യം പറയും, ഇപ്പോൾ രേവതിന് എന്തൊക്കെയോ ഓഡിയോകൾ പുറത്തുവിടും. അതൊന്നും ഞാനിവിടെ വയ്ക്കുന്നില്ല. എനിക്ക് ആ വിഷയത്തിലേക്കൊന്നും ഇറങ്ങാൻ താല്പര്യമില്ല. രാജ് ടോക്സ് വന്നിട്ട് ഇന്നലെ ഒരു ഓഡിയോ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. രേവതിക്ക് 1 മണിക്കൂർ മുന്നേയൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണണ്ട, നിങ്ങൾക്ക് എപ്പിസോഡ് കണ്ടാൽ മതിയെങ്കിൽ നിങ്ങളതിനെ യൂട്യൂബിൽ കയറുന്നത് അത് ഓരോരുത്തരുടെയും താല്പര്യമല്ലേ. രേവതി ഇപ്പോൾ വീഡിയോ കണ്ടിട്ട്, രേവതി ഷോ കണ്ടിട്ട് വീഡിയോ ചെയ്യുന്നത് രേവതിയുടെ താല്പര്യപ്രകാരമാണല്ലേ. അതേ താല്പര്യപ്രകാരം വീഡിയോ കാണാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പ്രേക്ഷകർക്കുണ്ട്. പക്ഷേ അവിടെ എത്തിക്സ് നമ്മുടെ സാധനമുണ്ട്. നമ്മൾ പുറത്ത് വിടേണ്ട കാര്യങ്ങൾ മാത്രമേ പുറത്ത് വിടാവൂ. രേവതി അങ്ങനെ വിട്ടു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വിട്ടിരുന്ന ഒരു സമയത്ത് രേവതിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബിഗ് ബോസ് പിന്നെ കാണേണ്ട കാര്യമില്ല, ബിഗ് ബോസ് ഷോ കാണേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു രേവതിയുടെ വീഡിയോകൾക്ക്. ഇപ്പം അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഏഷ്യാനെറ്റിൻ്റെ വാർണിംഗ് വന്നതുകൊണ്ട് ഇപ്പോൾ രേവതി ചെയ്യുന്നില്ല. ഇപ്പോൾ കുറേ പേർക്കെതിരെ കേസ് വന്നു. എനിക്ക് തോന്നുന്നു അൻസിഫിനൊക്കെ കേസ് ഉണ്ടെന്ന് തോന്നുന്നു, ഈ കോണ്ടന്റ് പുറത്ത് വിടുന്നതിൻ്റെ പേരും പറഞ്ഞിട്ട്. പക്ഷേ ഈ കോണ്ടന്റ് പുറത്ത് വിടുന്നത് ആരാണ്? അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയല്ലേ, അല്ലെങ്കിൽ ഷോ കാണാൻ പോകുന്ന ആൾക്കാർ തന്നെയല്ലേ. ഇപ്പോൾ ഈ ആഴ്ച ആരാണ് പുറത്തായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് എങ്ങനെ പുറത്തായി എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങളുടെ തമ്മിൽ തല്ലും വഴക്കും അവസാനിപ്പിച്ചാൽ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് മനസ്സമാധാനം ഉണ്ടാവും. അതായത് രാജ് ടോക്സ് ഒരു വീഡിയോ ഇടുന്നു, 1 മണിക്കൂർ കഴിയുമ്പോൾ രേവതിയുടെ വീഡിയോ വരുന്നു, അടുത്തൊരു മണിക്കൂർ കഴിയുമ്പോൾ അൻസിഫിൻ്റെ വീഡിയോ വരുന്നു, ഇതിന് മറുപടിയായിട്ട് രാജ് ടോക്സ് വീണ്ടും വീഡിയോ ഇടുന്നു, അതിന് മറുപടി വീണ്ടും, ഇങ്ങനെ ലൂപ്പാടികൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിന് എന്നൊരു അവസാനം ഉണ്ടാവുന്ന ദൈവത്തിനറിയാം. എനിവേ ഇതൊക്കെ ഒന്ന് അവസാനിക്കട്ടെ. പക്ഷേ രേവതിയോട് പറയാനുള്ള കാര്യം, രേവതി എല്ലാവരും PR-കളല്ല. നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അത് പിന്നെ നിങ്ങൾ പേടിച്ച് ഓഫ് ചെയ്തതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് ഓഫ് ചെയ്തത് ശരിയായില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇന്നലെ രാജ് ടോക്സിനൊക്കെ വെല്ലുവിളിക്കുന്ന കണ്ടു, കമൻറ്റ് ബോക്സ് ഞാൻ ഓഫ് ചെയ്യും, ഞാൻ ഓൺ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ ഇഷ്ടമാണ് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അത്ര വാല്യൂ കൊടുക്കുന്നുള്ളൂ. കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റേഡിയോ ഷോ നടത്താനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഒന്നും പറയാനില്ല. നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിരിക്കുക, അല്ലാണ്ട് തിരിച്ച് ഒന്നും പറയാൻ പാടില്ല. തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞ പോലെ തിരിച്ചൊന്നും പറയാൻ പാടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കാം, നോ ഇഷ്യൂ. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒന്നും അല്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ നടന്നു പോകുന്നു, അതിൻ്റെ പേരിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു, അതുവഴി നമുക്ക് റവന്യൂ കിട്ടുന്നു, അത്ര മാത്രം. സോ നിങ്ങൾക്ക് രേവതിയെക്കുറിച്ചും ഈ പറയുന്ന അൻസിഫിനെ കുറിച്ചും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ PR-കളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.